സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. സോ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീ ഫയറിൻ്റെ പഴയ ഒരു വെർഷൻ ഒന്ന് കളിച്ച് നോക്കാനായിട്ട് പോവുകയാണ്. അതായത് 2018-19 ആ ടൈമിലുണ്ടായ നമ്മുടെ ഒരു ഫ്രീ ഫയറിൻ്റെ ഒരു വെർഷൻ കളിച്ച് നോക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഒഫീഷ്യൽ ഫ്രീ ഫയർ ഗെയിം കാര്യങ്ങളൊന്നും അല്ല. ഇതേതൊരു ഫാനോ അല്ലെങ്കിൽ ഒരു യൂട്യൂബർ എന്തോ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫ്രീ ഫയർ ഗെയിം കാര്യങ്ങളൊക്കെയാണ്, ഒരു ഡെമോ കോപ്പി ഗെയിം ഒക്കെ തന്നെയാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. കാരണം നമ്മളാണ് 50K സബ്സ്ക്രൈബേഴ്സിനോട് വളരെ ക്ലോസ് ആണ്. അപ്പോൾ ലൈക്ക് ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്താൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഒരു പഴയ ഒരു ഫ്രീ ഫയർ ഫ്രണ്ടിനോ അല്ലെങ്കിൽ ഫ്രീ ഫയർ കളിക്കുന്ന ഒരു ഫ്രണ്ടിനെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടെ ശ്രമിക്കുക. സോ ഈ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ കസ്റ്റമൈസ്ഡ് കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കുമ്പോൾ വലിയ ബട്ടൺസ് കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, ഭയങ്കര കോംപ്ലക്സ് ഒന്നും അല്ല. ഇപ്പോഴത്തെ നമ്മുടെ ഫ്രീ ഫയർ ഉള്ള പോലെ ഒത്തിരി അധികം ബട്ടൺസ് കാര്യങ്ങളൊന്നും ഇല്ല. കുറച്ച് 5-6-7 ബട്ടൺസ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ കുറേ അധികം ക്യാരക്ടേഴ്സ് ഉണ്ട്. മിസ്റ്റർ ബീസ്റ്റ് ഉണ്ട്, അതുപോലെ MS ധോണി ഉണ്ട്, അതുപോലെ മറ്റേ ടോട്ടൽ ഗെയിമിങ്ങിൻ്റെ DC ഗെയിമേഴ്സിൻ്റെ ഒക്കെ ഒഫീഷ്യൽ നെയിം, ഒറിജിനൽ നെയിം കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തൊരു ക്യാരക്ടേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ലക്രോ ആയാലും മറ്റു കാര്യങ്ങളൊന്നും ഇതുവരെ ഓപ്പണൊന്നും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. പക്ഷേ ക്ലാഷ് സ്ക്വാഡ് ട്രെയിനിങ് മാത്രമേ കളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ ട്രെയിനിങ് ഗ്രൗണ്ടിലേക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഓക്കെ, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് പോയി നോക്കാം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഓൾറെഡി 4 പേരുണ്ട്. അപ്പോൾ കുറേ സെയിം ഗണ്ണൊക്കെ സെയിം തന്നെ, ഇപ്പോഴത്തെ പോലുള്ള പോലെയൊക്കെ തന്നെയാണ്. പക്ഷേ ഈ നമ്മൾ ഓടുന്നതും ചാടുന്നതൊക്കെ ആണെങ്കിൽ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഭയങ്കര രീതിക്ക് ഓടുന്ന ഒരു ബട്ടൺ കാര്യങ്ങളൊന്നും ഈ ഒരു കസ്റ്റം മെച്ചൂർഡിൽ കൊടുത്തിട്ടില്ല. പഴയ ഒരു ഗെയിമിൻ്റെ ഏറെക്കുറെയൊക്കെ ഒരു സാമ്യം കാര്യങ്ങളൊക്കെ തോന്നുന്നതൊക്കെ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ റണ്ണിങ് ബട്ടൺ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ജോയിസ്റ്റിക്ക് വെച്ചാണ് ഓട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ഡെസേർട്ടിക്കൽ എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഒബ്സർവേറ്ററിയിലാണ് നമുക്ക് ഫസ്റ്റ് റൗണ്ട് കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭിത്തിയൊക്കെ തുറന്ന് നമ്മൾ പോകുന്നു. ഓക്കെ, അപ്പോൾ അവന്മാർ നല്ല ഡാമേജ് ചെയ്ത് നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ കൊന്നിട്ടുണ്ട്. ഓക്കെ, ഞാനാണെങ്കിൽ ഡ്രാഗൺ ഷോട്ട് എടുത്ത് ഹെഡ് ഷോട്ടൊക്കെ കൊടുക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ അതിനുള്ള ഇതൊന്നും വരില്ല. അപ്പോഴത്തേക്ക് അവന്മാർ എന്നെ അടിച്ച് കൊന്നു. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് നമ്മൾ തോറ്റിട്ടുണ്ട്. അതിന് സെക്കൻഡ് റൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗെയിം എന്ന് പറയുമ്പോൾ ഒഫീഷ്യൽ ഗെയിമൊന്നും അല്ല. ഇത് ഫാൻ ഗെയിമോ അല്ലെങ്കിൽ കോപ്പി ഗെയിമൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ഗെയിമിൻ്റെ നിങ്ങൾക്ക് കളിച്ച് നോക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കയറുന്നു ഡൗൺലോഡ് ചെയ്ത് കളിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇത് കളിക്കാൻ നെറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഓഫ്ലൈനായിട്ടൊക്കെ നമുക്ക് കളിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ റൗണ്ടിൽ നമ്മുടെ MB40 ഒക്കെ ആയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. നോക്കി, അപ്പോൾ MB40 എടുത്ത് നോക്കുമ്പോൾ അവന്മാരങ്ങ് ദൂരെ നിന്ന് വരുന്നുണ്ട്. അവന്മാർ 3 പേര് ഒന്നിച്ചേക്കാന്ന് എനിക്കൊന്ന് ഇത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ബോട്ട് കാര്യങ്ങളൊക്കെയാണ്. അല്ലാതെ ഓൺലൈൻ അല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ബോട്ടായിട്ടുള്ള പ്ലേസ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഓക്കെ, അതുപോലെ ഡ്രാഗൺ ഷോട്ടും കാര്യങ്ങളൊന്നും അടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് കുത്തി പിടിക്കുക. അപ്പോൾ കൊള്ളുന്ന ബോഡി ഷോട്ട് കൊണ്ട് നമ്മൾ എനിമി ഫിനിഷ് ചെയ്യുക. MB40 45 വെച്ച് ഡാമേജ് കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കില്ല് നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കില്ല് ആനിമേഷൻ കാണാനായിട്ട് സാധിക്കും. വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കില്ല് ആനിമേഷൻ കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ നമ്മൾ ചത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടീംമേറ്റ്സ് അവനെ കൊല്ലുമില്ല, നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, അവനെ കൊന്നിട്ടുണ്ട്. നമ്മൾ മിസ്റ്റർ ബീസ്റ്റ് ആണ്. ഓക്കെ, മിസ്റ്റർ ബീസ്റ്റിൻ്റെ ആ ഒരു ക്യാരക്ടറാണ് ആ ഒരു എനിമയെ കൊന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ആ റൗണ്ട് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ റൗണ്ട് ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ റൗണ്ടിൽ നമുക്ക് ഏത് കണ്ണെടുക്കണം നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളാണ് AW ആണ് എടുത്തിരിക്കുന്നത്. AW എടുത്തിട്ട് നമ്മൾ നൈസായിട്ട് പണ്ടൊക്കെ ഒന്ന് ക്യാമ്പ് ചെയ്തിട്ട് അവന്മാർ ഷോട്ട് ചെയ്യാനായിട്ടാണ് നോക്കുന്നത്. ഓക്കെ, പക്ഷേ നോക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് സെൻസിറ്റിവിറ്റി ഭയങ്കര ഹൈ ആയതുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സെൻസിറ്റിവിറ്റിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സെൻസിറ്റിവിറ്റി ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ട്രാക്ക് ചെയ്യുമ്പോൾ ഭയങ്കര കൺട്രോൾ ചെയ്യാൻ പറ്റുന്നല്ലോ. സ്കോപ്പിങ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പോലുള്ള സെൻസിറ്റിവിറ്റിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും സ്കോപ്പിൻ്റെ ജസ്റ്റ് സെൻസിറ്റിവിറ്റി ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം കളിക്കാം. ഓക്കെ, 2 സ്കോപ്പും 4 സ്കോപ്പും എല്ലാം ഒന്ന് കുറച്ചതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അവിടെ 2-3 എനിമി, ഇതിൽ എനിമി ഏതാ ഫ്രണ്ട് ഏതാണെന്ന് മനസ്സിലാകാത്ത ഒരു UI കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു എനിമിക്ക് ഒരു ഷോട്ട് കൊടുത്തിട്ടുണ്ട് AWത്തിൻ്റെ. അപ്പോൾ ഒരു ഷോട്ടും കൂടെ കൊടുത്താൽ അതിന് വേണ്ടി ഫിനിഷ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഷോട്ട് കൊടുക്കും. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് കില്ല് അങ്ങനെ അടുത്തൊരു കില്ലും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ ടീമേറ്റ് ഉണ്ട്. പക്ഷേ ഇതിൽ ഏതാ ടീമേറ്റ് എനിമി ഏതാണെന്ന് മനസ്സിലാവാനേ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മളെ പക്ഷേ ആ റൗണ്ട് നമ്മൾ ജയിച്ചിട്ടുമുണ്ട്. അപ്പോൾ അടുത്ത റൗണ്ട് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആവാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും AW കാര്യങ്ങളൊക്കെ സൈഡിലൂടെ പോകാനുള്ള ഇത് വരും. അപ്പം ഒരു എനിമിയാണ് നമ്മുടെ ഇപ്പുറത്തെ സൈഡിലൂടെ നമ്മളെ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമുക്കാണെങ്കിൽ നമ്മുടെ ഫ്രീ ഫയർ പോലൊന്നും അല്ലാത്തതുകൊണ്ട് നമുക്കാണെങ്കിൽ ഇത് കൺട്രോൾ ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ വലിയ കളിച്ച് ശീലമില്ലാത്തതും കൊണ്ടും നല്ല ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങളും ജസ്റ്റ് ഉറപ്പായിട്ടൊന്ന് കളിച്ച് നോക്കാനായിട്ട് ശ്രമിക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വട്ടം നോക്കുമ്പോൾ നമ്മൾ ഗ്ലൂ വാൾ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഗെയിമിൽ ഗ്ലൂ വാൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്ലൂ വാൾ നമ്മുടെ മാച്ച് സ്റ്റാർട്ട് ആവുന്നതിന് നമുക്ക് ഇടാനൊക്കെ സാധിക്കും. നമ്മുടെ ഫ്രീ ഫയറിൽ അത് പറ്റില്ല, പക്ഷേ ഇവിടെ അത് പറ്റുന്നതൊക്കെയാണ്. ഓക്കെ, നമ്മളാണെങ്കിൽ അടുത്ത എനിമിക്ക് വീണ്ടും 2 ഷോട്ട് കൊടുത്തിട്ട് ഗ്ലൂ വാൾ ഇടാനാണ് ശ്രമിച്ചത്, പക്ഷേ നടന്നില്ല. അപ്പോൾ നോക്കുമ്പോൾ ആ ഒരു എനിമീസ് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിൻ്റെ മുഖമൊക്കെ നിങ്ങൾ നോക്കുകയാണ്. നമ്മുടെ ടോട്ടൽ ഗെയിമിങ്ങിൻ്റെ ഒരു ഫേസ് കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ നോക്കുമ്പോൾ നമ്മുടെ മിസ്റ്റർ ബീസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ക്യാരക്ടറിൻ്റെ ഫേസ് വെച്ചിരിക്കുന്നത്. അതുപോലെ MS ധോണിയുടെ ക്യാരക്ടറാണ്. അങ്ങനെ പല ക്യാരക്ടേഴ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഗെയിമിൽ കൊടുത്തിട്ടുണ്ട്. ഇത് തികച്ചും ഒരു ഫാൻ കോപ്പി ഗെയിം കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഒഫീഷ്യൽ സൈറ്റും ഫ്രീ ഫയറൊന്നും അല്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഫണ്ണാണ്, കളിച്ച് നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ അടുത്ത റൗണ്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ 3-2
മുന്നിട്ട് നിൽക്കുക കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു റൗണ്ടിൽ നമ്മളാണ് M887 കുറേയധികം ഗ്ലൂ ആളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. കറണ്ട് ഫ്രീ ഫയർ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഡിഫറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പഴയ ഫ്രീ ഫയർ ഏറെക്കുറെ ഇതുപോലെയൊക്കെ ആയിരുന്നു, ഇതുപോലെയല്ല എന്നാലും ഇവിടേക്ക് എന്തൊക്കെ സാമ്യമുണ്ട് പഴയ ഫ്രീ ഫയറുമായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്ലൂ ആൾ കാര്യങ്ങളൊക്കെ ഇട്ട് മുന്നോട്ട് പോകാനായിട്ട് നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഗ്ലൂ ആളുമായിട്ട് ഭയങ്കര കോമഡിയാണ്, ഭയങ്കര ഫണ്ണി ആയിട്ടുള്ളൊരു UI കാര്യങ്ങളൊക്കെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുമ്പോൾ അതിവിടെ ഒരു എനിമിയാണ്, നമ്മളൊരു ഷോട്ട് കൊടുത്തിട്ട് ഗ്ലൂ ആൾ ഇട്ടു, അവർ നമുക്ക് നല്ലൊരു ഡാമേജ് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ റീലോഡ് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അടിച്ചപ്പോഴത്തേക്ക് നമ്മുടെ ടീമേറ്റ് ആ ഒരു എനിമിയെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലോഗിൽ നിന്ന് ഒരു എനിമി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ആ ഒരു എനിമി നമുക്ക് ഷോട്ട് കൊടുക്കും. ഓക്കെ, ആ ഒരു എനിമി നമ്മൾ ഫിനിഷ് ചെയ്ത് നമുക്കൊരു കില്ല് കിട്ടിയിട്ടുണ്ട്, നമ്മൾ ഗ്ലൂ ആൾ വിട്ടിട്ടുണ്ട്. ഇതിൽ റൺ ബട്ടൺ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര എന്തോ ലാഗ് പോലെയൊക്കെ തോന്നുന്നൊക്കെ ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ജോയിസ്റ്റിക്ക് പിടിച്ചോടെ അങ്ങനെ നമ്മൾ ആ ഒരു മാച്ചോടെ നമ്മുടെ ഈ ഒരു മാച്ച് ജയിച്ചിരിക്കുകയാണ്. ഓക്കെ, 4-2 നമ്മൾ ഈ ഒരു മാച്ച് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഈ ഒരു ഗെയിം എന്ന് പറയുമ്പോൾ ഇത്രയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണോ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന ലിങ്ക് വെച്ചൊന്ന് ഡൗൺലോഡ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഈ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ ഗൈസ്.